എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എടാ മക്കളെ, ട്രാൻസ്ഫർ അലോട്ട്മെന്റിന്റെ ഒഫീഷ്യൽ സർക്കുലർ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ സർക്കുലർ വായിച്ച് എല്ലാവരും വട്ടം തിരിഞ്ഞിരിക്കുകയായിരിക്കും അല്ലേ? ഒരു ക്ലാരിറ്റി കിട്ടി കാണത്തില്ല. സോ ആ ക്ലാരിറ്റി ഞാൻ നിങ്ങൾക്ക് വരുത്തി തരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാ മക്കളും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. എടാ, ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനുള്ള ടൈം ജൂലൈ 27 വൈകുന്നേരം 4 മണി വരെ ആയിരുന്നു. നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ ട്രാൻസ്ഫറിന്റെ റിസൾട്ട്? ഇല്ല. പക്ഷെ ഉടൻ തന്നെ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതെന്താ ഇത്ര ഉറപ്പിച്ച് പറയാൻ കാര്യം? എടാ മക്കളെ, ട്രാൻസ്ഫർ പ്രകാരം അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ടൈം ജൂലൈ 29 രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്നതാണ്. അപ്പോൾ ജൂലൈ 29 രാവിലെ 10 മണിക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ അതിനു മുമ്പ് എന്തായാലും റിസൾട്ട് പബ്ലിഷ് ചെയ്യേണ്ടേ? അത് പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇനി എന്ന് വരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം? ജൂലൈ 30 വൈകുന്നേരം 4 മണി വരെ അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ഉണ്ടായിരിക്കും. അതായത് 2 ദിവസം നിങ്ങൾക്ക് കൃത്യമായി അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം ലഭിക്കുന്നതാണ്. ഇനി റിസൾട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിനിൽ കയറി ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതുവഴിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോമ്പിനേഷൻ ട്രാൻസ്ഫർ ആണോ കിട്ടിയിട്ടുള്ളത്, സ്കൂൾ ട്രാൻസ്ഫർ ആണോ കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അതിലൂടെ അറിയാൻ വേണ്ടി കഴിയും. സോ ആ ഒരു ഓപ്ഷൻ അവൈലബിൾ ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. ഓക്കെ, ഇനി ഓരോ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പോൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ, സ്കൂൾ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ, സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് കടക്കാം. എടാ മക്കളെ, ട്രാൻസ്ഫർ അലോട്ട്മെന്റ് പ്രകാരം നിങ്ങൾക്ക് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് കോമ്പിനേഷൻ ട്രാൻസ്ഫറോ സ്കൂൾ ട്രാൻസ്ഫറോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അലോട്ട്മെന്റ് ലെറ്റർ അവിടെ എച്ച് ക്യാപ്പിൽ തന്നെ നമുക്ക് ലഭിക്കും. അത് പ്രിന്റ് ഔട്ട് എടുക്കേണ്ടതാണ്. അലോട്ട്മെന്റ് ലെറ്റർ എന്താണെന്ന് അറിയാമല്ലോ, നമുക്ക് ഓൾറെഡി നിങ്ങൾക്കറിയാം. നിങ്ങൾ ഓരോ അലോട്ട്മെന്റ് പ്രൊസീജിയറിലൂടെ കടന്നു പോയിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അലോട്ട്മെന്റ് ലെറ്റർ എന്താണ്, അതിന്റെ ആവശ്യകത എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? അപ്പോൾ ഇതുപോലെ ട്രാൻസ്ഫർ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു അലോട്ട്മെന്റ് ലെറ്റർ കിട്ടുന്നതാണ്. അത് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കണം. ഇത് അഡ്മിഷൻ എടുക്കുന്ന സ്കൂളിൽ നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് കോമ്പിനേഷൻ ട്രാൻസ്ഫർ ആണ് ലഭിച്ചതെന്ന് വിചാരിക്കുക. അതായത് ഒരു സ്കൂളിൽ തന്നെ, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു സ്കൂളിൽ ഞാനിപ്പോൾ സയൻസിന് പഠിക്കുകയായിരുന്നു. എനിക്ക് കൊമേഴ്സിലേക്ക് കോമ്പിനേഷൻ ട്രാൻസ്ഫർ ലഭിച്ചു എന്ന് വിചാരിക്കുക, ആ സെയിം സ്കൂളിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ അപ്പോഴും നമുക്കൊരു അലോട്ട്മെന്റ് ലെറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ അലോട്ട്മെന്റ് ലെറ്റർ പ്രകാരം നമ്മളുടെ അഡ്മിഷൻ മാറ്റി നൽകേണ്ടതാണ്. അത് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്കൂളിലെ പ്രിൻസിപ്പൽമാർ തന്നെയായിരിക്കും. നമ്മൾ ആ അലോട്ട്മെന്റ് ലെറ്ററുമായി, ഇപ്പോൾ നമുക്ക് ആ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സ്കൂളിൽ ചെന്നാൽ മതി. ആ സ്കൂളിലെ പ്രിൻസിപ്പൽമാർ തന്നെ ആ ഒരു അലോട്ട്മെന്റ് ലെറ്റർ പ്രിന്റ് ഔട്ട് എടുത്ത് നമ്മളെ മറ്റ് കോമ്പിനേഷനിലേക്ക് മാറ്റേണ്ടതാണ് എന്നുള്ളതാണ് അതിൽ പറയുന്ന കൃത്യമായിട്ടുള്ള കാര്യം. ഇനി ഇതോടൊപ്പം തന്നെ കൊമേഴ്സിൽ നിന്നും സയൻസിലേക്ക് മാറ്റം കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിൽ നിന്നും സയൻസിലേക്ക് മാറ്റം കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരിക്കാം. ഇവരെല്ലാം ഈ രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. ഇനി ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളും ഇതുപോലെ തന്നെ അലോട്ട്മെന്റ് ലെറ്റർ പ്രിന്റ് ഔട്ട് എടുക്കുക. ആ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് പുതിയ സ്കൂളിൽ പോയി അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ചില സർട്ടിഫിക്കറ്റുകൾ വേണം അല്ലേ? അതായത് TC വേണം, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ നമ്മൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത സ്കൂളിൽ നിന്ന് നമുക്ക് ഇതെല്ലാം ലഭിക്കുന്നതാണ്. സോ നമുക്ക് ട്രാൻസ്ഫർ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിക്കുന്ന സ്കൂളിൽ ചെല്ലുക. അവിടെ നിന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റും ഓഫീസിൽ നിന്നും പ്രിൻസിപ്പൽമാരുടെ കയ്യിൽ നിന്നും നമ്മളത് വാങ്ങിക്കുക. പുതിയ സ്കൂളിൽ ചെന്ന് നമ്മൾ അഡ്മിഷൻ എടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. ഇനി പുതിയ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ഫീസ് അടയ്ക്കേണ്ടി വരില്ലേ? അപ്പോൾ ഫീസിനെ പറ്റിയിട്ടും വളരെ കൃത്യമായിട്ട് നമ്മുടെ സർക്കുലറിൽ പറയുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് ഫീസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം, നമ്മളിപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ കോമ്പിനേഷൻ മാറ്റം ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണെന്ന് വിചാരിക്കുക. അപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ കോമ്പിനേഷൻ മാറ്റത്തിന് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുമോ? എടാ മക്കളെ, നിങ്ങൾക്കൊരു അധിക ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. അതായത് നമ്മളിപ്പോൾ കൊമേഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പോലെയല്ല സയൻസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ. ആ സയൻസ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ലാബ് ഫെസിലിറ്റീസ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരുന്നുണ്ട്. സോ കൊമേഴ്സിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ പൈസയാണ് സയൻസിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പൊതുവേ നൽകേണ്ടത്. അപ്പോൾ ഇതാണ് ഈ അധിക ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ കൊമേഴ്സിൽ നിന്ന് സയൻസിലേക്ക് വല്ലതും അഡ്മിഷൻ മാറ്റം കിട്ടിയിട്ടുള്ള, കോമ്പിനേഷൻ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള, എവിടെയാ സെയിം സ്കൂളിൽ തന്നെ, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? ഈ അധിക ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനി സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ, അതായത് ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് അതേ കോമ്പിനേഷനിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ A എന്ന് പറയുന്ന സ്കൂളിൽ ഞാൻ സയൻസിനായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് B എന്ന് പറയുന്ന സ്കൂളിലേക്ക് സയൻസിന് തന്നെ അഡ്മിഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ വിദ്യാർത്ഥികൾ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുമോ? ആ വിദ്യാർത്ഥികൾക്ക് പുതുതായി ഫീസ് അടയ്ക്കേണ്ടി വരും. അത് ഏത് ഫീസാണ്? ആ പുതിയ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ PTA ഫീസും അതുപോലെ തന്നെ കോഷൻ ഡെപ്പോസിറ്റും അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പഴയ സ്കൂളിൽ നിന്നും ഈ PTA ഫീസും അവിടെ അടച്ചിട്ടുള്ള
നിങ്ങളുടെ കോഷൻ ഡെപ്പോസിറ്റും ഒക്കെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. പുതിയ സ്കൂളിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ നിങ്ങൾ അവിടുത്തെ PTA ഫീസും അതുപോലെ തന്നെ കോഷൻ ഡെപ്പോസിറ്റും അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി പുതിയ സ്കൂളിൽ പുതിയ കോമ്പിനേഷൻ, അതായത് സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ. ഇപ്പോൾ എ എന്ന് പറയുന്ന സ്കൂളിൽ സയൻസിന് പഠിച്ചിരുന്ന വിദ്യാർത്ഥി, അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ സ്കൂളിൽ കൊമേഴ്സിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥി എന്ന് വിചാരിക്കുക. ആ വിദ്യാർത്ഥിക്ക് ബി എന്ന് പറഞ്ഞ സ്കൂളിൽ സയൻസിന് അഡ്മിഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. എ സ്കൂളിൽ കൊമേഴ്സിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥി ബി സ്കൂളിൽ സയൻസിന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥി എങ്ങനെയാണ് ഫീസ് അടയ്ക്കേണ്ടത്? അപ്പോൾ ആ വിദ്യാർത്ഥി ചെയ്യേണ്ടത് എന്താ? അതായത് നിലവിൽ നമ്മൾ ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുത്ത സമയത്ത് നിങ്ങൾക്കൊരു ഫീസിൻ്റെ റെസിപ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഈ റെസിപ്റ്റ് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ആ റെസിപ്റ്റ് കൃത്യമായിട്ട് പുതിയ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇനി അവിടെ ചെല്ലുമ്പോൾ ആ റെസിപ്റ്റും നമ്മൾ കൊടുക്കുക. അധികമായിട്ട് നമ്മളിപ്പോൾ കൊമേഴ്സിൽ നിന്ന് സയൻസിലേക്കാണ് മാറുന്നതെങ്കിൽ അധിക ഫീസ് എന്തായാലും അടയ്ക്കേണ്ടി വരും. ആ അധിക ഫീസ് അടയ്ക്കുക. കൂടാതെ PTA ഫീസും അതോടൊപ്പം തന്നെ PTA ഫണ്ടും അതോടൊപ്പം തന്നെ കോഷൻ ഡിപ്പോസിറ്റും പുതിയ സ്കൂളിൽ അടയ്ക്കേണ്ടതാണ്. അപ്പോൾ എ എന്ന് പറഞ്ഞ സ്കൂളിൽ കൊമേഴ്സിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥി ബി എന്ന് പറഞ്ഞ സ്കൂളിൽ സയൻസിലേക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിൽ, പുതിയ സ്കൂളിൽ നമ്മൾ പഴയ സ്കൂളിൽ അടച്ചിട്ടുള്ള ഫീസിൻ്റെ റെസിപ്റ്റ് കൊടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ കോഷൻ ഡിപ്പോസിറ്റിൻ്റെ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ PTA ഫണ്ടും അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പഴയ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ഈ കോഷൻ ഡിപ്പോസിറ്റും PTA ഫണ്ടും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും ഇത് ബാധകമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഫർ സ്കൂൾ ആൻഡ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ ലഭിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പഴയ സ്കൂളിൽ നിന്നും അവരുടെ ഫീസൊക്കെ തിരിച്ചു നൽകുന്നതാണ് എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇത് പ്രകാരം അഡ്മിഷൻ എടുക്കേണ്ട, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രകാരം അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 30 വൈകുന്നേരം 4 മണിക്കാണ്. അപ്പോൾ അത് പ്രകാരം എല്ലാ മക്കളും, അഡ്മിഷൻ കിട്ടിയിട്ടുള്ള എല്ലാ മക്കളും പോയി അഡ്മിഷൻ എടുക്കണം. ഏതെങ്കിലും വിദ്യാർത്ഥി അഡ്മിഷൻ എടുക്കാതിരുന്നാൽ നിങ്ങളുടെ നിലവിൽ ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ടായിരുന്ന സീറ്റ് കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് കിട്ടിയ സ്കൂൾ ഏതാണെങ്കിലും നിങ്ങൾ അവിടെ പോയി നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് DM-ലേക്ക് വന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും അഡ്മിഷനൊക്കെ എടുത്ത് ഹാപ്പി ആയിട്ട് പഠിക്കും. ഓക്കെ, ബൈ ബൈ.